2 MLA-മാരാണ് കഴിഞ്ഞ 10-25 കൊല്ലമായിട്ട് കോഴിക്കോട് നിന്ന് UDF-നുള്ളത്. അവിടെ 8-10 MLA-മാർ ജയിക്കുമെന്ന് പറയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായതിൻ്റെ ഒരു പ്രധാന കാരണം ബേപ്പൂരിൽ എൻ്റെ മനസ്സിലാണ്. കാരണം കോഴിക്കോട് ജില്ലയിലെ രാഷ്ട്രീയം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം CPM-ൻ്റെത് ഏറ്റെടുത്തിരുന്നതും അത് നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തതും ശ്രീ മുഹമ്മദ് റിയാസായിരുന്നു. അവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സ്ട്രാറ്റജി, അവിടുത്തെ സോഷ്യൽ മീഡിയ, അവിടുത്തെ പ്രചരണം, അവിടെ പോസ്റ്റർ എങ്ങനെ അടിക്കണം, ബാനർ എങ്ങനെ വെക്കണം, ഏതൊക്കെ നേതാക്കന്മാർ വരണമെന്ന് തീരുമാനിക്കുന്നതിൻ്റെ പണം ഇഷ്ടംപോലെ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റും ഞാൻ ഏറ്റു എന്ന് സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ അദ്ദേഹം ഏറ്റെടുത്താണ് ആ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ ബേപ്പൂരിലെ തെരഞ്ഞെടുപ്പിലേക്ക് ജനുവരിയോടുകൂടി ഞാൻ അവിടെ ഇറങ്ങിയതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥയായി. ഞാൻ ഇവിടെ ഇപ്പം ഇന്ന് വന്നത് എൻ്റെ സുഹൃത്താണ് നിസാർ മേത്ര, നിങ്ങൾക്കറിയാം, നമ്മുടെ സംസ്ഥാന ഭാരവാഹിയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ ഒരു വിവാഹമുണ്ട്, അതിൽ പങ്കെടുക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ ഈ പറയുന്നത് പോലെ അവൈലബിളായ ലീഡേഴ്സിനെ കാണാൻ പറ്റിയാൽ കാണും. ഇല്ല, തെരഞ്ഞെടുപ്പിനെ എന്നെ സംബന്ധിച്ചിട്ട് ബേപ്പൂരിൽ നിന്ന് അനങ്ങാൻ പറ്റിയിട്ടില്ല. അത്രമാത്രം ടൈറ്റ് മത്സരമായിരുന്നു. എൻ്റെ ആത്യന്തികമായ ഉദ്ദേശം ഇപ്പം നിങ്ങൾ ഈ പറയുന്ന മുഹമ്മദ് റിയാസിനെ ആ ബേപ്പൂരിൻ്റെ ആ ബൗണ്ടറിയിൽ നിന്ന് പുറത്തേക്ക് വിടാതിരിക്കുക എന്നത് തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിലെ രണ്ടാമത്തെ ലക്ഷ്യം. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ വലിയ മുന്നേറ്റം UDF-ന് ഉണ്ടാകുമെന്ന് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണല്ലോ 2 MLA-മാരാണ് കഴിഞ്ഞ 10-25 കൊല്ലമായിട്ട് കോഴിക്കോട് നിന്ന് UDF-നുള്ളത്. അവിടെ 8-10 MLA-മാർ ജയിക്കുമെന്ന് പറയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായതിൻ്റെ ഒരു പ്രധാന കാരണം ബേപ്പൂരിൽ എൻ്റെ മനസ്സിലാണ്. കാരണം കോഴിക്കോട് ജില്ലയിലെ രാഷ്ട്രീയം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം CPM-ൻ്റെത് ഏറ്റെടുത്തിരുന്നതും അത് നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തതും ശ്രീ മുഹമ്മദ് റിയാസായിരുന്നു. അവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സ്ട്രാറ്റജി, അവിടുത്തെ സോഷ്യൽ മീഡിയ, അവിടുത്തെ പ്രചരണം, അവിടെ പോസ്റ്റർ എങ്ങനെ അടിക്കണം, ബാനർ എങ്ങനെ വെക്കണം, ഏതൊക്കെ നേതാക്കന്മാർ വരണമെന്ന് തീരുമാനിക്കുന്നതിൻ്റെ പണം ഇഷ്ടംപോലെ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റും ഞാൻ ഏറ്റു എന്ന് സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ അദ്ദേഹം ഏറ്റെടുത്താണ് ആ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ ബേപ്പൂരിലെ തെരഞ്ഞെടുപ്പിലേക്ക് ജനുവരിയോടുകൂടി ഞാൻ അവിടെ ഇറങ്ങിയതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥയായി. കോഴിക്കോട് ജില്ലയിലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോയിട്ട് പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. അപ്പോൾ ഇടതുപക്ഷം അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു അറേഞ്ച്മെൻറ്റ്സ്, ഇലക്ഷൻ സ്ട്രാറ്റജി, അത് പൊളിഞ്ഞ് തവിട് പൊടിയായി. എന്ത് ചെയ്യണമെന്നറിയാതെ മറ്റു 12 സ്ഥാനാർത്ഥികളും അന്തം വിട്ടൊരവസ്ഥയുണ്ടായി. ഇതിനെ നയിക്കേണ്ടിയിരുന്ന ഉത്തരവാദിത്തപ്പെട്ട ക്യാപ്റ്റൻ അങ്ങോട്ട് മുങ്ങുകയാണ്, എന്നെക്കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്ന് പറയുന്നത് എപ്പോഴാണ്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥിത്വം LDF ലീഡർഷിപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അത് നയിക്കാനുണ്ടായിരുന്ന കപ്പിത്താൻ മുങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ തിരിച്ചടിയാവാണ് കോഴിക്കോട് ജില്ലയിൽ. UDF അടിച്ചു കയറി ഇവരെ സംബന്ധിച്ച് ഇവരെ അന്തം വിടുകയാണ്. എന്താ ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്ത അവസ്ഥകൾ പല സ്ഥാനാർത്ഥികൾക്കും അവിടെ വന്നു. അതുകൊണ്ട് എനിക്ക് ബേപ്പൂര് വിട്ടിട്ട് വരാൻ സാധിച്ചിട്ടില്ല. അതൊരു വസ്തുതയാണ്. അല്ല, ഞങ്ങളൊരു ആശയത്തിലാണല്ലോ, ആൻറ്റി പിണറായിസത്തിലാണല്ലോ ഞങ്ങൾ നിൽക്കുന്നത്. ആ പിണറായിസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ അവരൊക്കെ മത്സരിച്ചിട്ടുള്ളത്. അല്ല അല്ല അതൊക്കെ എന്താ പറയുക, നമുക്ക് പറയേണ്ടത് ഈ മധുസൂദനെ ആരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഈ പിണറായി വിജയനെയാണല്ലോ. ആ മധുസൂദനെതിരെ അദ്ദേഹം സ്ഥാനാർത്ഥിയാവുക പറയുക മാത്രമല്ല, എന്താണ് അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം? അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം ഇവിടുത്തെ രക്തസാക്ഷികളുടെ ഫണ്ട് അതുപോലും കൊള്ളയടിക്കപ്പെട്ടു. അതിൻ്റെ കണക്കാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിൽ ഉടനീളം പിണറായിസവും മരുമോനിസവും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ട്രംപ് കാർഡാണെങ്കിൽ ഇവിടെ കണ്ണൂരിൽ ഈ 2 ഫാക്ടർ മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ജയരാജന്മാരുടെ വിഷയമുണ്ട്. 3 ജയരാജന്മാർ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചതെന്നില്ല കണ്ണൂരിലെ പത്രമാധ്യമങ്ങൾക്കറിയാം. അവരെടുക്കുന്ന ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടോ? അവരുണ്ടാകേണ്ടടുത്ത് ഉണ്ടായിട്ടില്ല. കാരണം അവരെ മാറ്റി നിർത്തിയിട്ടാണ്. ഞാനീ പറയുന്ന മരുമോനിസത്തിൻ്റെ ബാക്കി പത്രമാണ്. മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിപൂർണമായും മരുമകൻ്റെ കാൽക്കീഴിലാക്കാൻ എത്ര നേതാക്കന്മാരെയാണ് ഇവിടെ വെട്ടിനിരത്തിയത്? ആ വെട്ടിനിരത്തിയതിൻ്റെ ഒരു ഇഫക്റ്റ് ഏറ്റവും കൂടുതലുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ.